11-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി വീടുകൾ തോറും വോട്ട് ചോദിച്ച് മടങ്ങുമ്പോൾ വീട്ടുകാർ ഏൽപ്പിക്കുന്ന ഒരു കവറും കൂടെ കാണും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടങ്ങിയ ഒരു കവർ. മാലിന്യ ശേഖരണവും വോട്ടുപിടുത്തവും ഒരുപോലെ കൊണ്ടുപോവുകയാണ് അന്നമ്മ രാജീവ് എന്ന സ്ഥാനാർത്ഥി. കഴിഞ്ഞ 3 വർഷമായി ഹരിത കർമ്മസേനയിലെ അംഗമാണ് അന്നമ്മ. വീടുകളിൽ നിന്നും കൃത്യമായ ഇടവേളകളിൽ അജൈവ മാലിന്യങ്ങൾ സംഭരിച്ച് അവ സംസ്കരണ പ്ലാന്റുകളിൽ എത്തിക്കുന്ന ജോലിയായിരുന്നു ഇതുവരെ. ഈ അവസരത്തിലാണ് ഇതേ വാർഡിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചത്. വാർഡിലെ എല്ലാ വീട്ടുകാരെയും അവിടുത്തെ അംഗങ്ങളെയും പേരെടുത്തറിയാവുന്ന സ്ഥാനാർത്ഥിക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യവും വേണ്ടിവന്നില്ല. നാട്ടുകാർക്കും സ്ഥാനാർത്ഥി പരിചിത മുഖമാണ്. ഏവർക്കും അന്നമ്മയുടെ ജോലിയെക്കുറിച്ച് ഏറെ മതിപ്പും. കളക്ഷനൊക്കെ എങ്ങനെയാ? ഇപ്പൊ രാവിലെ തുടങ്ങുമോ? രാവിലെ തുടങ്ങും. ആണോ? എങ്ങനെയാ അതിന്റെ ഒരു രീതികളും കാര്യങ്ങളും ഏതൊക്കെയാ ഇത് എടുക്കുന്നത്? അല്ല, പ്ലാസ്റ്റിക് ആണോ? പ്ലാസ്റ്റിക് മിൽമ കവർ വേറെ, നമ്മുടെ പൊടി ഐറ്റങ്ങളുടെ കവറുകൾ വേറെ. നമ്മളിവിടെ ഒന്നിച്ച് കൊണ്ട് വെച്ചിട്ട് നമ്മളത് അവിടെ പുത്തൻതോട്ടിൽ കൊണ്ട് വയ്ക്കും. വെച്ചതിന് ശേഷം അവിടെ ഇരുന്ന് തിരിഞ്ഞ് നമ്മൾ ഓരോരോ സെക്ഷനായിട്ട് മാറ്റുക. കുപ്പികൾ വേറെ അങ്ങനെയായിട്ട്. പിന്നെ നമ്മൾ വഴിയിലൊക്കെ ഇപ്പോൾ ഓരോരുത്തർ കൊണ്ട് ഇടുമല്ലോ, അത് നമ്മൾ എടുത്തുകൊണ്ട് വരും. കഴിഞ്ഞ ദിവസം നമുക്ക് അവിടെ ഉണ്ടായിരുന്നു, വഴിയിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ ഞാൻ വാരി തന്നെ കൊണ്ട് അവിടെ വെച്ചു. അങ്ങനെ ഒരു ദിവസം എത്ര വീട് കാണും? എന്നാൽ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാലും 10-50 വീടോളം ഞാൻ പെട്ടെന്ന് സ്പീഡ് കയറും. ശേഖരിച്ചിട്ട് ഞാൻ ഒരു സ്പോട്ടിൽ വെക്കും. 2-3 സ്പോട്ട് വെച്ചിട്ട് ഒരു വണ്ടി പിടിച്ച് നമ്മുടെ ഇവിടെ പ്ലാന്റിൽ അവിടെ കൊണ്ട് വയ്ക്കും. അതിനകത്ത് വെച്ച് പൂട്ടും. ഇപ്പൊ മാലിന്യം എടുക്കാൻ ചെല്ലുന്നു, അതിനോടൊപ്പം ഇപ്പൊ വോട്ടും കൂടി ചോദിക്കും. എങ്ങനെയാണ് ആൾക്കാർക്കെല്ലാം ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ലല്ലോ, ഒരു പരിചിതമായ ഒരാളെന്നുള്ള ഒരു ഇതെന്നിലുണ്ട്. കൈകൾ നിറയെ പ്ലാസ്റ്റിക് മാലിന്യ കവറുകളും താങ്ങി തന്റെ മുഖങ്ങളോട് കൂടിയ പ്രചാരണ ചിത്രങ്ങൾ നിറഞ്ഞ പാതയോരങ്ങളിലൂടെയുള്ള സ്ഥാനാർത്ഥിയുടെ നടത്തം കൗതുക കാഴ്ചയാണ്. വീടുകൾ തോറും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന തനിക്ക് നാട് ശുദ്ധീകരിക്കാൻ ഒരവസരം തരണമെന്ന അഭ്യർത്ഥനയോടെയാണ് അന്നമ്മയുടെ പ്രചരണം. ഭർത്താവ് രാജീവിന്റെ നിറഞ്ഞ പിന്തുണയാണ് തന്റെ കരുത്തെന്ന് അന്നമ്മ പറഞ്ഞു. സിദ്ധാർത്ഥാണ് മകൻ. എൻ്റെ പേര് അന്നമ്മ രാജീവ്. ഞാനിപ്പോൾ 2 വർഷത്തോളമായിട്ട് ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാവുന്ന പ്രവർത്തിയിൽ ഹരിതകർമ്മസേനാംഗമായിട്ട് 11-ാം വാർഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനങ്ങളെല്ലാം എന്നോട് സപ്പോർട്ട്, അവരുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും വരെ എത്തിയത്. അപ്പം അവരെല്ലാം ഇനി നോക്കിയിരിക്കും ഓരോ മാസങ്ങളും. ആ മാസങ്ങളിലെല്ലാം ചെയ്യുന്ന അവരുടെ സഹകരണവും അവരെല്ലാം പൈസയും തന്ന് പ്ലാസ്റ്റിക്കിൽ നിന്ന് ഇതിനെ ഇല്ലാതാക്കുന്ന ഒരു നിർമ്മാർജ്ജനത്തിലേക്ക് പോവുകയും ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കൊടുക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പിന്നെ എല്ലാവരും എന്നെ അറിയാം. അങ്ങനെ എല്ലാവരും അതിന് ഒരു സപ്പോർട്ട് തന്ന് ആണ് ഞാനിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് UDFൻ്റെ ജോസഫ് പക്ഷം ചെണ്ടയാണ് എൻ്റെ ചിഹ്നം. ഞാൻ അതിലേക്ക് നിൽക്കുന്നു. എല്ലാവരും എന്നെ വിജയിപ്പിച്ച് സഹായിക്കും. വിജയപ്രതീക്ഷ ഉണ്ട്. എൻ്റെ നാട്ടുകാർ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഇതിലും എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രത്യാശ എനിക്കുണ്ട്, പ്രതീക്ഷയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.